ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ വന്ന് ഞാൻ വീണ്ടും ഡ്രസ്സ് മാറി ഇറങ്ങുകയാണ്. ഇത് ലാസ്റ്റ് വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഉള്ള എപ്പിസോഡ്സ് എടുക്കാനാണ്. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ലഞ്ചോടുകൂടി തുടങ്ങുന്ന ഒരു ചെറിയൊരു ഫുഡ് ടൂറാണ്. 2 സ്ഥലത്ത് പോയി ലഞ്ച് കഴിക്കാൻ പോകും. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തോടു കൂടി നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രത്തേക്കുള്ള യാത്ര തുടങ്ങും. പാതിരാത്രി എത്തും. ഓക്കെ, അപ്പോൾ ഞാൻ താമസിച്ച ഹോട്ടൽ ഇതാണ്. ഓക്കെ, യാഷ് ഗ്രാൻഡ്. ഇത് പുതിയ ഹോട്ടലാണ്, 2 മാസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അതുകൊണ്ട് നല്ല രസമുണ്ട്. ഇതൊരു 3 സ്റ്റാറാണ്, പക്ഷേ ന്യൂ ആയതുകൊണ്ട് നല്ല ഗുണമാണ്. മേക്ക് മൈ ട്രിപ്പിലൊക്കെ ഉണ്ട്, ഇവർ ഉണ്ട്. ഓക്കെ, യാഷ് ഗ്രാൻഡ്. അപ്പോൾ അവർക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. നൈസ് വെരി നൈസ് സ്റ്റേ. ഞാൻ ഇവിടുന്ന് ഭക്ഷണമൊന്നും കഴിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂസീവ് ആയിരുന്നു. നമ്മൾ രാവിലെ തൊട്ട് ഇറങ്ങുമല്ലേ, ഭക്ഷണമൊക്കെ പുറത്താണ്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ്. കാര്യം 12 o'clock ചെക്ക് ഔട്ട് ടൈം. ഞാനൊരു 1 o'clock വരെ എക്സ്റ്റൻഡ് ടൈം വാങ്ങിച്ചിരുന്നു. പറഞ്ഞാൽ അവർ കുഴപ്പമില്ല, ഒരു 1 hour ഒക്കെ. ഓക്കെ, താങ്ക് യു. സ്പോൺസർഷിപ്പൊന്നും ഇല്ല കേട്ടോ, ഞാൻ റാൻഡമായിട്ട് വന്ന് താമസിച്ചാണ്. പൈസ കൊടുത്ത് തന്നെയാണ് താമസിച്ചത്. പക്ഷേ ഇവിടെ ഒരു 3000 സംതിങ് ആണ് റൂമിൻ്റെ റെൻറ്റ്. 3 പേരുള്ള റൂമാണെങ്കിൽ, അത്യാവശ്യം ഡബിൾ റൂം പ്ലസ് എക്സ്ട്രാ ബെഡൊക്കെ ആണെങ്കിൽ ഒരു 4000 അടുപ്പിച്ചാകും. എല്ലാം കൂടി എനിക്ക് തോന്നുന്നു 6000 എത്രയായി. ഒരു ദിവസമല്ലേ സ്റ്റേ ചെയ്തുള്ളൂ. സോ ഇറ്റ്സ് എ നൈസ് പ്ലേസ്, യാഷ് ഗ്രാൻഡ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു സ്കൂളുണ്ട് ഓപ്പോസിറ്റ്, BESCHI, ബെസ്റ്റി ക്യാമ്പസ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, കരൂർ റോഡ്, ദിണ്ടിഗൽ. അപ്പം നിങ്ങൾ യാത്ര ചെയ്തൊക്കെ വരുമ്പോൾ നല്ല ഹോട്ടൽസ് കിട്ടാൻ ഭയങ്കര പാടാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നേരത്തെ ബുക്ക് ചെയ്തിട്ടല്ല വരുന്നത്. ആ ടൈം അറിയാൻ പറ്റും നമ്മളെപ്പോൾ എവിടെ എത്തും എന്നൊക്കെ. അങ്ങനെ വരുമ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് ഈസി ഫോർ മീ. നമ്മൾ ഒരുവിധം ഇങ്ങനത്തെ നല്ല ഹോട്ടൽസ് പുതിയത് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. തൃച്ചെന്തൂർ പോയപ്പോഴും നല്ലൊരു പുതിയ ഹോട്ടൽ കിട്ടി. ഭാഗ്യം കൊണ്ട് ട്രിച്ചിയിലാണെങ്കിലും നല്ലൊരു ഹോട്ടൽ കിട്ടി. ഇപ്രാവശ്യം ഞാൻ മധുരയിൽ മാറി വേറൊരു സ്ഥലത്താണ് താമസിച്ചത്. കാര്യം നമ്മൾ സ്ഥിരം താമസിക്കുന്ന കോസ്മോപൊളിറ്റൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ടായിരുന്നു. അവർ പക്ഷേ ഭയങ്കര മോശം ബിഹേവിയർ ആയിരുന്നു. 4-5 പ്രാവശ്യം ഞാൻ അവിടെ താമസിച്ചാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്ത് ഫോൺ വിളിച്ച് തലേ ദിവസം ഇങ്ങനെ ഫോൺ ബുക്കിംഗ് എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞു. അവർ കൺഫേം ചെയ്ത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ രാത്രി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കൺഫർമേഷൻ ഇല്ല, എല്ലാം ബുക്കാണ്, ഫുള്ളാന്ന് പറഞ്ഞു. ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് അവിടെ ഇനി താമസിക്കുന്നില്ല എന്ന് തീരുമാനമായി. പുതിയൊരു സ്ഥലം കണ്ടെത്തി. എന്തായാലും നല്ലൊരു സ്റ്റേ ഒക്കെ ആയിരുന്നു. കിടക്കാൻ മാത്രമല്ലേ വരുന്നുള്ളൂ, നമ്മൾ വേറെ കാര്യമൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് പിന്നെ ഇടയ്ക്ക് വന്ന് ഡ്രസ്സ് മാറുന്നുണ്ട്, അതൊരു വലിയ സൗകര്യമായി. അതുകൊണ്ട് മാറി മാറി സാരീസും ഡ്രസ്സ് ഞാൻ കൂടുതൽ ഇപ്രാവശ്യം സാരിയെക്കാട്ടിലും കൂടുതൽ ടോപ്പ്, കുർത്തി ടൈപ്പും നമ്മുടെ എന്താ പറയുക പലാസോ എല്ലാം ഇട്ട. കാര്യം എനിക്ക് ടോപ്പ് മാത്രം പെട്ടെന്ന് മാറിയിട്ട് പോകാനുള്ള സൗകര്യത്തിന് അങ്ങനെ ആയി. സാരി ഉടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അസൗകര്യമായിരുന്നേനെ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അങ്ങനെ നമ്മൾ ഒരു ഹോട്ടലിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഫേമസ് ഒരു ഹോട്ടലാണ് ആച്ചി ഹോട്ടൽ. അവിടെ നോൺ വെജ് മീൽസ് കിട്ടും. 170 അങ്ങനെ 180, അത് അൺലിമിറ്റഡ് എന്നാണ് പറയുന്നത്. നോക്കാം. ആച്ചി ബിരിയാണി കടയെന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവം ഇവിടെയും ബിരിയാണിയാണോ? പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കാണെന്ന്. ഇന്നൊരു സൺഡേ ആണ്, അത് കാരണം പ്രശ്നം ഗുരുതരം. ഇവിടെ ഹോട്ടൽ ആച്ചി ബിരിയാണി ഉണ്ട്, സെപ്പറേറ്റ് ഇഡ്ഡലി, ദോശ, പൊറോട്ട, തന്തൂരി മീൽസ് ഉണ്ട്. ആച്ചീസ് കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളും ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. സീറ്റ് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇരിക്കാം. എന്നെ കിടക്കും ഇപ്പോൾ മീൽസ്. ബിരിയാണി വേണ്ട, നോൺ വെജ് മീൽസ്. എല്ലാം കിട്ടുമോ? എംടി കുളമ്പ്, പീസ് കാണില്ല, കിടക്കില്ല. ഓക്കെ, എല്ലാത്തിൻ്റെയും കുളമ്പ് കിട്ടും. പ്ലസ് എന്ത് കിട്ടും? ഓക്കെ, പിന്നെ എക്സ്ട്രാ പറഞ്ഞാൽ മതി അല്ലേ? ഓക്കെ, ഫിഷ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു നോൺ വെജ് മീൽസ്. ഇവിടെ വളരെ സ്പെഷ്യലാണല്ലേ നിങ്ങളുടെ നിജാം ചിക്കൻ. ഒരു ഫ്രൈ ചിക്കൻ ഉണ്ട്, നിജാം ചിക്കൻ. അത് ഭയങ്കര ഫേമസ് ആണ് ഇവിടെ. ഒരു നിജാം ചിക്കൻ വേണം. ഓക്കെ, പ്ലസ് ബാക്കി ഞാൻ പറയാം. ഓക്കെ, അയിരമീൻ കുഞ്ഞു ചുണ്ട്. ഓക്കെ, അത് കൂടി എടുത്തോ. ഓക്കെ, അയിരമീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെട്ടോലി പോലെ ഇരിക്കുന്ന ഒരു ഫിഷ് ഉണ്ട് കേട്ടോ. അത് ജീവനോടെയാണ് അത് പിടിച്ച് കുക്ക് ചെയ്തത്. ഇപ്പോൾ കംഫർട്ടബിളായി കേട്ടോ. ആളും ബഹളമൊക്കെ എന്തെങ്കിലും നമുക്കൊരു സീറ്റ് കിട്ടി, ഒരു ഏരിയയിൽ കിട്ടി. യെസ്, എപ്പോഴും എല്ലാ സ്ഥലത്തും ഇലയാണ് കേട്ടോ. അതൊരു നല്ല കാര്യമാണ്. ഹൈജീനിക്. ആൾക്കാർ വരണോ പോകണോ എനിക്കും മനസ്സിലാവണില്ല. ദിണ്ടിഗലിൽ ഏത് ഫേമസ് കടയിൽ ചെന്നാലും തിരക്കാണ്. ഇത്രയും ബിരിയാണി കടകളുണ്ടെങ്കിലും എല്ലാവർക്കും ബിസിനസ്. ദാറ്റ്സ് വെരി നൈസ്. ഇവിടെ പക്ഷേ മീൽസും ഉണ്ട് കേട്ടോ, നോൺ വെജ് മീൽസ്. അത് ഭയങ്കര സ്പെഷ്യലാണ്. ഈ അയല മീൻ എന്ന് പറഞ്ഞിട്ട് ഞാനത് ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നെത്തോലി പോലെ ഇരിക്കും. അതിൻ്റെ കുക്കിങ് തന്നെ ചിലപ്പോൾ ഇങ്ങനെ ജീവനോടെയൊക്കെ എടുത്ത് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. പടയ്ക്കുന്ന മീനിന് അതിൻ്റെ കുളമ്പ് ഇവിടെ ഫേമസ്. അപ്പം അത് കാണാം. പൊരിയൽ. ഇതെന്നാ? കത്തിരിക്കാക്കൂട്ട്. ഓക്കെ, കുട്ടി കത്തിരിക്കയാണ് കേട്ടോ. കത്തിരിക്കാക്കൂട്ട്
ക്യാബേജ് ക്യാരറ്റ് പൊരിയൽ. അയല മീൻ കുഴമ്പ്. വാവ്, ഇതാണ് മീൻ കേട്ടോ. കണ്ണത് തൊലി പോലെ ഇരിക്കും, പക്ഷെ അതല്ല കേട്ടോ, ഇങ്ങനെ പടയ്ക്കുന്ന മീൻ വെച്ചിട്ടാണ് അവരത് ചെയ്യുന്നത്. അയല മീൻ കുഴമ്പ്, ഇത് തമിഴ്നാട് ഫേമസ്. നമ്മളിവിടെ വന്നിട്ട് ഇതാണ് ഫസ്റ്റ് ടൈമാണ് ഇത് എടുക്കുന്നത്. പൊന്നിയ റൈസാ. ഓക്കെ, വൈറ്റ്. ഓ കണ്ടല്ലോ. അയ്യോ, ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ. ഇത് എപ്പോഴെങ്കിലും എനിക്ക് കഴിക്കണം എന്നുണ്ടായിരുന്നു. അയലയല്ല, അയല മീൻ കുഴമ്പ്. യെസ്, മട്ടൻ കുഴമ്പ്, ചിക്കൻ കുഴമ്പ്, എല്ലാത്തിൻ്റെയും ഗ്രേവിയാണ്. മീൻ കുഴമ്പ്, നാട്ടുകോഴി കുഴമ്പ്, രസം. ഓക്കെ, ഇത്രയും കുഴമ്പുകൾ വരും. ഓക്കെ, ഇത് രസം, നാട്ടുകോഴി കുഴമ്പ്, ചിക്കൻ കുഴമ്പ്, മട്ടൻ കുഴമ്പ്, ഫിഷ് കുഴമ്പ്. അതായത് കഷ്ണങ്ങൾ ഉണ്ടാവില്ല, അല്ലാണ്ട്. ഇത് 3 ഷോപ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. കാച്ചീസ്, ഇത് 25 years old, ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുണ്ട്. പിന്നെ ഇത് കൂടാതെ അവർക്ക് ബറോട്ട അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ്, തന്തൂരി അതിൻ്റെ എല്ലാം ഇതിൻ്റെ തൊട്ടപ്പം. ഇവിടെ ബിരിയാണി ഉണ്ട്, ബിരിയാണി കൂടെ മേടിച്ചാലോ? ഇവിടുത്തെ മട്ടൺ ബിരിയാണി കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാലോ അല്ലേ? എന്തിനു കുറയ്ക്കുന്നു, എല്ലാം നമുക്ക് അറിയണ്ടേ, ഓരോ സംഭവം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ടോട്ടലി വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് ഓണറിൻ്റെ വൈഫാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ടേസ്റ്റ് പണില്ല, ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, വി ആർ എക്സ്പ്ലോറിംഗ് ഓൾ ദ ഫുഡ് പ്ലേസസ് for the vlog. Dindigul special. Yeah. Most of the hotels we went. Now we have Ayra Meen Colombo. Very special. Nijam chicken. I ordered for that also. Yes. ഇവരുടെ വളരെ സ്പെഷ്യലാണ് നിജാം ചിക്കൻ ആൻഡ് Ayra Meen Colombo. Okay. Your good name? Parvati. Okay. എൻ്റെ മകൻ ലക്ഷ്മി. All God's name. Goddesses. My daughter's name is Parvati. Doctors, okay. അവരാരും ബിസിനസ് ഇല്ലേ? ഇനി വരണം, ഫ്യൂച്ചർ. പൊണ്ണുങ്ങളോ ആണ് ബോയ്സോ? ഒരു ഗേൾ ആൻഡ് ബോയ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓ ശരി. 2 കുട്ടികളാണ്, മകനും മകളും. ഒരാൾ മെഡിസിൻ കഴിഞ്ഞു, ജോലി കയറി, പ്രാക്ടീസിങ്. ആൻഡ് രണ്ടാമത്തെ ആൾ മോള് മെഡിസിൻ കഴിഞ്ഞ് PGക്ക് വേണ്ടി. താങ്ക് യു. യാദൃശ്യമായി കണ്ടതാണ്, ഉണ്ടായിരുന്നു ഓണറിൻ്റെ വൈഫ് ഇവിടെ. സോ മീറ്റിംഗ് ഇപ്പോൾ Ayra Meen കുഴമ്പ് മസ്റ്റ് ട്രൈ, നിജാം ചിക്കൻ മസ്റ്റ് ട്രൈ, ബിരിയാണിയും വന്നു. ഇനി ഒരു ചിക്കൻ ഫ്രൈയും കൂടി വരാം, നിജാം ചിക്കൻ. യെസ്, ഇതാണ് ഇവരുടെ. നമ്മുടെ ബിരിയാണിയും എത്തി, മട്ടൻ ബിരിയാണി. ഇതിൻ്റെ കൂടെ ദാൽച്ച മീൻസ് വിത്ത് പരിപ്പ് ആൻഡ് മട്ടൻ്റെ എല്ല് കഷ്ണങ്ങൾ, ചെറിയ ചെറിയ പീസസൊക്കെ ഇട്ടിട്ട്, പീസൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. സൈഡ് ഡിഷാണ് എല്ലാവരും കൊടുക്കുന്നത്. ഡിഷസ് അതിനകത്തു നിന്നുള്ള എല്ലെല്ലാം എടുത്ത് സെപ്പറേറ്റ് ഒരു ബൗളിൽ തരും. ഇത് സലാഡ്. പിന്നെ ഇത് ഹാഫ് പോർഷനാണ്. നമ്മളിങ്ങനെ പറയാറിയോ, കാൽ പോർഷൻ, പിന്നെ ഹാഫ്, ഫുള്ള്. ഓരോരുത്തരുടെ കപ്പാസിറ്റി എത്ര കഴിക്കാൻ പറ്റും അതനുസരിച്ചിട്ടാണ് റേറ്റും ക്വാണ്ടിറ്റിയും. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു ഹാഫാണ് അവർ കൊണ്ടുതന്നെ. ഇത് നമ്മുടെ നല്ല തൂവെള്ള പൊന്നിയരി ചോറ്. ഇപ്പോൾ നോൺ വെജ് മീൽസ്. ഇതിലേറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള Ayra Meen കുഴമ്പും നമ്മുടെ ചിക്കൻ ഫ്രൈയും കൂടെ വരാനുണ്ട്. ഓക്കെ, ഇതാണ് നിജാം ചിക്കൻ. ഇത് വളരെ സ്പെഷ്യലാണ്. ഇത് കഴിച്ചിരിക്കണം ഇവിടെ വന്നാൽ ആ ചീസിൽ. നമ്മൾ തുടങ്ങുന്നു. ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. ഓക്കെ, കുഴമ്പിനെ എടുത്ത് കംപ്ലീറ്റ് മീനോടുകൂടി ഇങ്ങനെ ഒഴിക്കുക, മിക്സ് ചെയ്യുക. അടിപൊളി. നല്ല കുളം, നല്ല എരിവ്, ആവശ്യത്തിന് എരിവ്, പുളി, ബെസ്റ്റ്. ഈ നോൺ വെജ് വന്നു കഴിയുമ്പോൾ വെജിറ്റേറിയൻ അറിയാതെ നമ്മൾ ഉഴപ്പിപ്പോകും. കത്തിരിക്ക എൻ്റെ ഫേവറേറ്റ് കാര്യമല്ല, വെരി ടേസ്റ്റി. ചിക്കൻ, ഓ ഇത് സ്പെഷ്യലാണല്ലോ, നിജാം ചിക്കൻ. ഇത് നോക്കിയാൽ, അയ്യോ വെരി സ്പെഷ്യൽ. ഇതിനൊരു ഫ്ലോറൽ ഡിസൈൻ ആണല്ലോ. അടിപൊളി. ഇത് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയ കേട്ടോ. ഒരു ബ്രെഡഡ് ചിക്കൻ പോലെ. അത് ടു ഗുഡ്. നല്ല ക്രിസ്പി. എന്തൊരു ടേസ്റ്റാണ് ഈ നിജാം ചിക്കന്. ഞാൻ ഇങ്ങനൊരു ചിക്കൻ കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. ഈ ഫ്രൈ കാറ്റഗറിയിൽ എക്സലൻറ്റ്. 100-ൽ 100 മാർക്കും കൊടുക്കാം.
ഫസ്റ്റ് ട്രൈ ആണ്. ദിണ്ടിഗലിൽ വന്നിട്ട് ചീസിൽ വരിക ഫോർ ദിസ് ചിക്കൻ ആൻഡ് അയരക്കുഴമ്പ്. ബിരിയാണി എല്ലായിടത്തും കിട്ടുമല്ലോ, പക്ഷേ ഇത് ഇവിടെ സ്പെഷ്യൽ. ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ, ജസ്റ്റ് ടേസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം. നല്ലത്, അടിപൊളി. വേണൂസ് ബിരിയാണി പോലെ ഏകദേശം അതുപോലെയൊക്കെ കിട്ടുന്നു. എത്ര ബിരിയാണി കഴിച്ചു അറിയാമോ, എത്ര കടകളിൽ നിന്നും. നിങ്ങൾ കണ്ടാണല്ലോ അല്ലേ? അപ്പം സമാധാനമായിട്ട് വിശാലമായിട്ട് കഴിക്കാൻ പോകാൻ കഴിഞ്ഞു. ഇവിടുത്തെ തിരക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോഴും 2:30 മണിയാവാൻ പോകും. അപ്പോൾ പേയ്മെൻറ്റ് 1600 സംതിങ് ആണ് ആയത്. നമ്മൾ ഇത്ര 4 പേര് കഴിച്ചു. ഒരു ബിരിയാണി, 3 മീൽസ്, പിന്നെ ഈ കാര്യങ്ങളെല്ലാം കഴിച്ചു. ഇത്രേ ആയിട്ടുള്ളൂ. ആളുകൾ പിന്നെയും കയറിക്കൊണ്ടിരിക്കുന്നു. നോക്കെ അവിടെ ഓൾറെഡി ഫുൾ, എന്നിട്ട് പിന്നെ 2:30 മണിയായി. ആലോചിച്ച് നോക്കൂ. ഇതെന്താ പറയുക, ബോബ ചില്ലി ബട്ടർ സ്കോച്ച് ഫ്ലേവർ, അതും കൂടി മേടിച്ചിട്ട് ഇറങ്ങുന്നു. തീരുന്നില്ല, നമ്മൾ ഫുഡ് ടൂറിലാണല്ലോ. അപ്പോൾ ഇനി അടുത്ത കടയിലോട്ട് പോവാണ്. അതായത് വേറെ ബിരിയാണി സ്പോട്ടുണ്ട്, വെരി ഫേമസ്, അതായത് ശിവ ബിരിയാണി. അങ്ങോട്ട് പോവാം. എൻ്റെ ദൈവം, നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാൻ എത്ര കഴിച്ചു. ഇനി അടുത്ത സ്ഥലത്ത് പോയി കുറച്ച് കഴിക്കും. എന്തായാലും എല്ലാം കാണാം. രണ്ടാമത്തെ സ്പോട്ടിലെത്തി. ദാറ്റ് ഈസ് ശിവ ബിരിയാണി. ഇത് അവർക്ക് 2 ഷോപ്പുണ്ട്. ഇത് അവരുടെ പഴയ കടയാണ്. ഞാൻ അകത്ത് കയറിയിട്ട് ചാടി പുറത്തിറങ്ങി. കാര്യം സീറ്റില്ല. വിൽ വെയിറ്റ്. കാറ് കുറച്ച് ദൂരെ പാർക്ക് ചെയ്യാനായിട്ട് വിടുകയും ചെയ്തു. ഇത് ശരിക്കും ഈ റോഡ് അത്ര സുഖമുള്ള റോഡല്ല, ചെറിയ ഇടവഴി പോലെയാണ്, മെയിൻ റോഡല്ല. ബട്ട് ദിസ് ഇസ് ദ ഫസ്റ്റ് ശിവ ബിരിയാണി കട. ഇവർക്ക് സെക്കൻഡ് ഉണ്ട്, വേറെ ഒരെണ്ണം. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാം ദിണ്ടിഗൽ ബിരിയാണീസാണ്. ഇവരുടെ സ്പെഷ്യൽ ഓരോരുത്തരെയും ടേസ്റ്റ് ഇങ്ങനെ അറിഞ്ഞറിഞ്ഞു പോകാം. ഇത് ഇവരുടെ പാർസൽ കൊടി എന്ത് ബിസിനസ്സാണെന്ന് അറിയാം. എല്ലാ കടയിലും ആളുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും, ഇവിടെയുള്ള ആൾക്കാരൊന്നും വീട്ടിൽ നിന്നല്ലേ ഭക്ഷണം കഴിക്കുന്നത്, എല്ലാവരും പുറത്താണോ കഴിക്കുന്നത്, അങ്ങനെ ഒരു തോന്നൽ വരും. പക്ഷെ അങ്ങനെ ആവണമെന്നില്ല. എല്ലാവരും ഒരേ ആൾക്കാരല്ലല്ലോ എല്ലാ ദിവസവും വരുന്നത്. പല ദിവസം പല ആൾക്കാരാണ്. അപ്പം ഏതെങ്കിലും വീട്ടിൽ നിന്ന് ഒരാൾ ഒരു ദിവസമായിരിക്കും ലഞ്ച് ഔട്ട് ചെയ്യുന്നത്, ആ ദിവസം അങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് വരുമ്പോൾ എല്ലാ ദിവസവും എല്ലായിടത്തും നല്ല തിരക്കുണ്ട്. പാർസലും കുറേ പോകുന്നുണ്ട്, ഇരുന്ന് കഴിക്കുന്നവരുണ്ട്. കടയുടെ വലിപ്പം ഒന്നും പ്രശ്നമില്ല, സൈസ്, അസൗകര്യങ്ങൾ, AC ഒന്നും വേണമില്ല, തിരക്ക്, ക്രൗഡ്. അതിനകത്തിരുന്നും കഴിക്കാൻ ആൾക്കാർ റെഡിയാണ്. ഫുഡ് നന്നായിരുന്നു. അങ്ങനെ ഫൈനലി എനിക്കും സ്ഥലം കിട്ടി. ശിവ ബിരിയാണി ഷോപ്പ്. ഇപ്പോഴത്തെ തിരക്കിനൊന്നും ഒരു കുറവുമില്ല. ഇപ്പോൾ സമയം ഞാൻ പറഞ്ഞുതരാവേ. 3 മണി, ഉച്ചയ്ക്ക് 3 മണി. ആളുകൾ ആസ്വദിച്ച് കഴിക്കുന്ന കാലം. ശരിക്കും ഫുഡ് നല്ലതായിട്ട് ആസ്വദിച്ച് കഴിക്കുന്ന ആൾക്കാരെ ഞാൻ ഇവിടെ വരുമ്പോൾ കാണുന്നുണ്ട് കേട്ടോ. ദിണ്ടിഗലിൽ ഇവിടെ വരുന്ന ആൾക്കാർ, ഇവിടെ താമസിക്കുന്ന പ്രാദേശികമായിട്ടുള്ള ആൾക്കാരാണ്. ടൂറിസ്റ്റുകളല്ല, ആക്ച്വലി ടൂറിസ്റ്റുകൾ നമ്മളെപ്പോലെ ആൾക്കാർ വളരെ കുറച്ച് വരുന്നത്. അല്ലാതെ ഇവിടുത്തെ ആൾക്കാർ. എന്നെ നിങ്ങൾ കുറ്റം പറയരുത്, ഞാൻ വീണ്ടും ഫുൾ ഭക്ഷണം കഴിക്കാൻ പോവാൻ. ക്വാർട്ടർ പോകും. സൈഡ് ഡിഷ് ലിവർ, മട്ടൺ ചുക്ക, മട്ടൺ ലിവർ. ബ്രെയിനുണ്ട്, ലിവറുണ്ട്, ബോട്ടിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ ലിവർ എനിക്ക് അത്യാവശ്യം കഴിക്കാൻ ഇഷ്ടമാണ്, മട്ടൺ ലിവർ. അപ്പോൾ ലിവറും പറഞ്ഞു. ചുക്ക, മട്ടൺ ചുക്ക ആൻഡ് മട്ടൺ ബിരിയാണി. ക്വാർട്ടർ അവർ പാത്രം കാണിച്ചു തന്നു. ഈ സൈസ് ക്വാർട്ടർ, അതിൻ്റെ അടുത്ത സൈസ് ഹാഫ്. അപ്പോൾ നമുക്ക് തയ്യാറായിരിക്കാം. ഓക്കെ, വെള്ളം, ഓക്കെ. ഇത് കറക്റ്റ് ചടങ്ങാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യുന്നു. ഫുള്ള് ഭക്ഷണം കഴിച്ചിട്ട് ഷിവാസിലൊന്ന് വീണ്ടും കഴിക്കുന്നു. ഇതാണ് നമ്മുടെ ഫുഡ് എക്സ്പ്ലോറിങ് വ്ളോഗ്. നമ്മൾ ഫുഡ് വ്ളോഗ് ചെയ്യുമ്പോൾ അതിനെ പറ്റുള്ളൂ. ദിസ് ഇസ് ദ ക്വാർട്ടർ. യെസ്, താങ്ക് യു. അപ്പോൾ ശിവ ബിരിയാണിയുടെ ടേസ്റ്റും അറിയണമല്ലോ ദിണ്ടിഗലിലെ. ക്വാർട്ടറൊക്കെ കറക്റ്റ് റീസണബിളാണ്. നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ ക്വാർട്ടർ കഴിക്കാൻ പറ്റുന്ന അളവ്. ചെറിയ ജീരകശാല റൈസിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ദിണ്ടിഗൽ ബിരിയാണി ടോട്ടലി അങ്ങനെയാണ്. ഇനി ഇവിടെ തന്നെ തലപ്പാക്കട്ടി ബിരിയാണി എന്ന് പറഞ്ഞ് വേറൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നമ്മൾ പോയില്ല ഇതുവരെ. ഇത് തന്നെ കൂടുതലല്ലേ. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ദിണ്ടിഗൽ ഇസ് എ ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ ഫോർ എക്സ്പ്ലോറിങ് മട്ടൺ ബേസ്ഡ് ഡിഷസ്. ഞാൻ വെറൈറ്റീസ്. സലാഡ്, ഇവരുടെ സലാഡ് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ദാൽച്ച.
ദാൽച്ച എന്ന് പറഞ്ഞാൽ ചിലത് ബൗളിൽ തരും, ഇവിടെ പ്ലേറ്റിൽ ഒഴിക്കണം. സാമ്പാർ പോലെ ഇരിക്കും, പക്ഷേ സാമ്പാറിൻ്റെ കഷ്ണങ്ങളല്ല, മട്ടൻ്റെ കഷ്ണങ്ങളല്ല, എല്ലിൻ്റെ പീസ് അങ്ങനെയല്ല. പ്ലസ് പരിപ്പിലിട്ട് സാമ്പാർ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത്. ആക്ച്വലി പാർസി ഡിഷാണ് ദാൽച്ച. അത് എങ്ങനെ ഇവിടെ വന്നു എന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല, ഈ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെ വന്നു എന്നുള്ളത്. അത് ഇവിടെ പണ്ട് രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന കാലമുണ്ടല്ലോ, അപ്പോൾ ഇപ്പോൾ മൈസൂരിൽ നിന്നുള്ള സുൽത്താൻസും പിന്നെ ഇങ്ങനെ പല ഒരു ഡൽഹി സുൽത്താനേറ്റ് പീരീഡ് അവർ കുറേ പേര് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ വന്ന ഒരു ഇൻ്റർമിംഗ്ലിങ് ഓഫ് കൾച്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട് പല സ്ഥലത്തുനിന്നും. പല്ലവ റൂളേഴ്സ് അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു പാചകക്കാരെയും കൂടി അവരെല്ലാം കൊണ്ടുവരുമല്ലോ. അങ്ങനെ വന്നിട്ട് ഒരു കൾച്ചറൽ ഫുഡിൻ്റെ ഒരു എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐഡിയാസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഇവിടെ ദാൽച്ച ആൻഡ് ബിരിയാണി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കോമ്പിനേഷൻ. ഇത് ലിവർ പെപ്പർ ഫ്രൈ. ഓക്കെ, ലിവർ പെപ്പർ ഫ്രൈ എല്ലാം ഇവിടെ എങ്ങനെ നോക്കിയോ. ചുക്കയാണെങ്കിലും ഇങ്ങനത്തെ ലിവറാണെങ്കിൽ എന്താണെങ്കിലും ബോട്ടി ആണെങ്കിലും എല്ലാം ചെറിയ 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 പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തത്. സ്മോൾ. ഇത് പെപ്പർ ഫ്രൈ ആണേ, ലിവറിൻ്റെ. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ഗ്രേവി. എനിക്ക് മട്ടൺ ലിവർ എൻ്റെ ഫേവറേറ്റാണ്. ഞാൻ മട്ടൻ്റെ പീസസ് കഴിഞ്ഞാൽ ഞാൻ കഴിക്കുന്നത് ലിവർ മാത്രമാണ്. ബോട്ടി അങ്ങനത്തെ ബ്രെയിനോ അതൊന്നും ഞാൻ കഴിക്കില്ല. ഇവിടെ ബ്രെയിനും ഉണ്ട് കേട്ടോ, ബ്രെയിൻ ഫ്രൈ. നമ്മൾ ഈ വഴിനീളം നോക്കുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഇഷ്ടംപോലെ മാടുകൾ ഇങ്ങനെ നടക്കും. ആട് ഒരുപാടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നത് ഈ ആടായിരിക്കും നാളെ നമ്മുടെ പ്ലേറ്റിലേക്ക് വരാൻ പോകണം, നമ്മുടെ ഇലയിൽ വരാനുള്ള ആടാണ്. നമുക്കറിയാൻ പറ്റില്ലല്ലോ ഇങ്ങനെ നടക്കാണ് അത്. പക്ഷേ ആണാടാണ് ടേസ്റ്റ്, കിടാന്ന് പറയും. ഇവരങ്ങനെ തന്നെ ആയിരിക്കാം അത് ചെയ്യുന്നത്. ദിസ് ഇസ് ദി ലിവർ, പെപ്പർ ലിവർ ഇസ് ഗുഡ്. മട്ടൺ ചുക്കയും വന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ ബിരിയാണി എത്തി. ചുക്ക ഫ്രൈ, മട്ടൺ ചുക്ക, ലിവർ, പെപ്പർ കഴിച്ച് തുടങ്ങാം അല്ലേ? യെസ്, കണ്ടോളൂ. ലിവർ എൻ്റെ ഫേവറേറ്റ്. സൂപ്പർ. മട്ടണൊക്കെ എത്ര സോഫ്റ്റാണ് നോക്കിയേ, സോ നൈസ്. ലിവറും അതല്ലേ, സോ നൈസ്. എന്ത് നല്ല സൂപ്പർ ഗ്രേവി. ചുക്ക വെരി ഫ്ലേവർഫുൾ, സൂപ്പർബാണ് കേട്ടോ. ശിവ ബിരിയാണി കട മറക്കണ്ട. ഇവരുടെയൊക്കെ സലാഡ് ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോൾ ചെറിയ മധുരവും ഓവർ പുളിയൊന്നും ഉണ്ടാവില്ല. ഞാൻ എങ്ങനെ കഴിക്കുന്നു എന്ന് ആലോചിക്കുന്നില്ല. ഇത്രയും കഴിച്ചിട്ട് ഈശോടെ വേറെ അറിഞ്ഞു വേണം. ഇത് നമ്മുടെ ഒരു പർപ്പസാണ്, വർക്ക്. നമ്മളത് ആസ്വദിച്ച് തന്നെ ചെയ്യണം. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നത് അത് തന്നെയാണ്. ഇതെല്ലാം കഴിച്ച് നോക്കട്ടെ. അങ്ങനെ ശിവ ബിരിയാണി കടയിൽ നിന്ന് ഇറങ്ങി. ഇവിടെ തമിഴിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഇവരുടെ പോഷ് കടയുണ്ട്, പോഷ് കട. ഇത് നമ്മൾ നേരത്തെ വന്നൊരു ഏരിയ തന്നെയാണ്. രാവിലെ കാമാച്ചി എന്ന് പറഞ്ഞൊരു ഇഡ്ഡലിയും കുറുമയൊക്കെ കിട്ടുന്നൊരു കടയുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് പോയിന്റ്. ഇന്ന് സൺഡേ അവധിയായിരുന്നു എന്ന് പറഞ്ഞ സ്ഥലം അത് ഈ റോഡിൽ തന്നെയാണ്. ഓക്കെ, വെരി നിയർ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ 3 ദിവസം കൊണ്ട് എനിക്കൊരു 1.5 കിലോയെങ്കിലും കൂടി കാണും. മട്ടൺ. പക്ഷേ എക്സലൻറ്റ് ഫുഡാണ്. ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക്, ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഫുഡീസ് ആയിട്ടുള്ളവർക്ക് മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് നമ്മുടെ ദിണ്ടിഗൽ. സോ ദിണ്ടിഗൽ ഇസ് എ ബിരിയാണി ക്യാപിറ്റൽ. ഷുഡ് വിസിറ്റ്. മട്ടൺ പ്രേമികളെ വരിക. ഞാനൊരു വലിയ മട്ടൺ പ്രേമിയല്ല, എങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് ഇഷ്ടമായി. 2-3 ദിവസം നല്ല മനോഹരമായ ദിവസങ്ങളായിരുന്നു, ഗംഭീരമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഇത് കഴിഞ്ഞാൽ നേരെ പോവുകയാണ്. നമ്മൾ കാറിൽ കയറുന്നു, ട്രിവാൻഡ്രത്തേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ എപ്പിസോഡ്സൊക്കെ, ദിണ്ടിഗൽ എപ്പിസോഡ്സൊക്കെ നിങ്ങൾ ആസ്വദിച്ച് കാണുമെന്ന് തന്നെ ഞാൻ വിചാരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ദിണ്ടിഗലിലേക്ക് വരാനായിട്ട് ഒരു ഗൈഡൻസ് പോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകേണ്ട സ്ഥലങ്ങളൊക്കെ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു റെഫറൻസായി മാറട്ടെ ഈ വീഡിയോസ് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ആൻഡ് ലവിങ്. വേറെ ഒന്നും പറയാനില്ല. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ